Hi, this is Uttara. Welcome to today's video. നമ്മൾ വീണ്ടും നല്ലൊരു ഹെൽത്തി സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ടുഡേ വി ആർ ഗോണ മേക്ക് ഗ്രീൻ പീസ് കോൺ ആൻഡ് പനീർ സാലഡ്. ദിസ് ഇസ് റിയലി ടേസ്റ്റി, നല്ലപോലെ ഫ്ലേവേഴ്സ് ഉള്ളതാണ്. ഗ്രീൻ പീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു സാധനമാണ്. നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. വൈറ്റമിൻ കെ അതിലുണ്ട്, ഫോലേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല പോലെ ഉണ്ട്. ബോത്ത് ഓഫ് ദം ആർ റിച്ച് ഇൻ ഫൈബേഴ്സ്. സ്വീറ്റ് കോൺ ആണെങ്കിൽ വൈറ്റമിൻ സിയും ഇയും ഡിയും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആൻഡ് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് വി ഹാവ് പനീർ, ആൻഡ് അത് കുറച്ചും കൂടെ ഫില്ലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റ്യൂസ് ഉണ്ട്, കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ടൊമാറ്റോ ഉണ്ട്, ഒനിയൻ ഉണ്ട്. അപ്പം എല്ലാം കൂടെ നമ്മൾ മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ആക്കിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗ്രീൻ പീസും കോണും, ഇത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസും ഫ്രോസൺ സ്വീറ്റ് കോണും ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബട്ട് നമുക്കിപ്പോൾ റോ ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് വേവിച്ച് എടുത്താലും ദറ്റ്സ് ഈവൻ മോർ ഹെൽത്തിയർ മോർ ദൻ ഫ്രോസൺ. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് യൂഷ്വലി വാങ്ങാറുള്ളത്. ആൻഡ് അതിൽ ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റും കൂടെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുവേണ്ടി നമ്മളൊരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുന്നു, അതൊന്ന് സോട്ട് ചെയ്യും. പാൻ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് വയ്ക്കാം. അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. കൂട്ടത്തിൽ സ്വീറ്റ് കോണും ആഡ് ചെയ്യാം. കുറച്ചൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ പനീർ ക്യൂബ്സും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കൊറിയാൻഡർ പൗഡറാണ് ഇടുന്നത്, കുറച്ചൊരു ഇന്ത്യൻ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇന്ത്യൻ സ്പൈസസ് ഇടാം നമുക്ക്. നമ്മുടെ മസാലപ്പൊടി ആഡ് ചെയ്യാം. Maybe a little bit of pepper. നമ്മൾ ഓയിൽ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. മസാല ആഡ് ചെയ്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് വേഗം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഉപ്പേരി ആയിട്ടാണെങ്കിലും ചോറിൻ്റെ കൂടെ ചോറും തൈരും കഴിക്കുമ്പോഴും ഗ്രീൻ പീസിൻ്റെ ഉപ്പേരി പോലെ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ചൊന്ന് വഴറ്റി തന്നു കഴിഞ്ഞാൽ പണ്ടേ എൻ്റെ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ എനിക്ക് തരുമായിരുന്നു. എനിക്ക് അന്നേ ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സാലഡിനും എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ഹെൽത്തി ആയതുകൊണ്ട് പ്രത്യേകിച്ചും നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാറുണ്ട്.
അപ്പോൾ അത് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ, ഒരു ഐസ്ബർഗ് ലെറ്റ്യൂസ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഓഫ് ഓണിയൻ, ഫുള്ള് വേണ്ട, അതിൻ്റെ ചെറിയ കുറച്ച് കഷ്ണങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം മതി. ഈവൻ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ ചെറിയ ടൊമാറ്റോസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഈവൻ മോർ ബെറ്റർ. ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത കുറച്ച് ലെറ്റ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അനിയൻ ഇതുപോലെ ചെറിയ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. ആൻഡ് കുറച്ച് ടൊമാറ്റോസ് ഫോർ ദ കളർ. അപ്പം നമുക്ക് ഒരു ഗ്രീൻ, റെഡ് ആൻഡ് പർപ്പിൾ കളർ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മസാല സോട്ടേ ചെയ്ത ഗ്രീൻ പീസും കോണും പനീറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഇനിയിപ്പോൾ ഡ്രസ്സിങ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി നല്ല ഫ്ലേവർ ഉണ്ട്. ഇതിനകത്തുള്ള മസാലയും ആ സോൾട്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ബാക്കി എല്ലാത്തിലേക്കും പിടിച്ചോളും. നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിലേക്കും ആ മസാല പിടിക്കില്ല. സോ അതുകൊണ്ട് നല്ലപോലെ ഇളക്കുക, നല്ലപോലെ അടിയിന്നെടുത്തിടുക. ആൻഡ് വി ആർ ഡൺ. സാലഡിന് നല്ല മസാല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഫുൾഫില്ലിംഗ് ആണ്. അല്ലെങ്കിൽ ഭയങ്കര ബ്ലാൻഡ് ആയിട്ടിരുന്നാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. സോ ഇതിനകത്ത് നല്ല ഫ്ലേവർ ഉണ്ട്. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ആക്ച്വലി ഞാൻ ഇത്രയും പ്രാവശ്യം ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല സാലഡ് ഇതാണ്. ബിക്കോസ് ആ ഫ്ലേവേഴ്സ് ഉള്ളതുകൊണ്ട് നല്ലൊരു ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒട്ടും മടുക്കില്ല. നല്ല ഫില്ലിംഗ് ആണ്. വെരി ടേസ്റ്റി.